3 മിനിറ്റ് മറുപടിയും. ഇതങ്ങനെയല്ല. ഇതെന്തറിയോ, ഒരേ അവസരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങനല്ലേ അങ്ങനല്ലേ ഇങ്ങനല്ലേ, അത് പറ്റൂല അത് പറ്റൂലെങ്കിൽ ഇതും പറ്റൂല. ഇങ്ങനെ ശക്തമായി കേട്ടോളൂ നിങ്ങൾ. 53 നാദാപുരത്ത് നടന്ന സക്കരിയ സ്വലാഹിയുടെ ടീമും എതിർപക്ഷത്തുള്ള ടീമും തമ്മിൽ നടന്ന സംവാദത്തിന്റെ ചെറിയ ദൃശ്യം അതൊന്ന് കേട്ടോളൂ. മധ്യസ്ഥന്മാര് പറഞ്ഞല്ലോ ഇവിടുത്തെ തർക്കം എന്താന്ന്, ഇവിടെ സാധാരണക്കാരുടെ തർക്കം എന്താന്ന്. ഇതുവരെ മുജാഹിദ് ഉസ്താദ് ഇങ്ങനെ തർക്കങ്ങൾ കണ്ടിട്ടുണ്ടോ? കെപിയുടെ കാലത്തുണ്ടോ? ഉണ്ടോ? ഈ ജബ്ബാർ മൗലവിയും ഈ സക്കരിയ മൗലവി ഇറങ്ങിയതിനു ശേഷമല്ലേ ഈ വാദം നിങ്ങൾ വരെ പറയാൻ ധൈര്യം കാണിച്ചത്? അതുവരെ ശിർക്കല്ല എന്ന് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക്, അല്ലേ? പുഴയിൽ വീണ ആൾ കരയിലെ ചിഹ്നം വിളിച്ച ശിർക്കാണെന്ന് ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറയുമോ നിങ്ങൾ? ഈ വിശദീകരണമായിട്ട് റോഡിൽ ഇറങ്ങിയതിനു ശേഷമല്ലേ അത് പറയാൻ തുടങ്ങിയത്? അപ്പോ നിങ്ങൾ തെറ്റിപ്പോയി സഹോദരങ്ങളെ, പ്രയാസമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ആകേണ്ടവരല്ല. തൗഹീദിന് വേണ്ടി പറയേണ്ട ആ നാവ് നിങ്ങളിപ്പോ ജിന്നിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കണം. അവസ്ഥ ആലോചിക്കണം. നിങ്ങൾ ജിന്നിന് വേണ്ടിയല്ലേ വാദിച്ചുകൊണ്ടിരിക്കണേ? അള്ളാഹിനെ വിളിക്കുന്ന കാര്യത്തിന് വേണ്ടി വന്നാണ് നിങ്ങൾ? ആണോ? പണ്ട് മുസ്ലിയാക്കന്മാർ മുഹീദ്ദീന് വേണ്ടി വാദിക്കാൻ വേണ്ടി വന്നിരിക്കും ഇങ്ങനെ. അപ്പോ ഇതുപോലെ ഇപ്പൊ ജിന്നിന് വേണ്ടി വാദിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇപ്പൊ ഞങ്ങള് ആലോചിച്ച് നോക്ക്, നിങ്ങളെ ഈ രൂപത്തിൽ നേരിടേണ്ടി വരിക പ്രയാസമുള്ള സംഗതി തന്നെയാണ്. ഞങ്ങൾക്ക് മാനസികമായ പ്രയാസമുണ്ട് നിങ്ങളെ ഈ കോലത്തിൽ കാണുമ്പോൾ. പ്രയാസം ഞങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ, ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ. പക്ഷേ നിങ്ങൾ ഈ വിഷയത്തിൽ തെറ്റിപ്പോയി. അത് നിങ്ങൾ നസീഹത്തോടെ ഗുണകാംക്ഷയോടെ മനസ്സിലാക്കണം. നമ്മളൊരു സമസ്തക്കാരനോട് പറയണ അതേ മനസ്സുണ്ടല്ലോ, അവർ നന്നാകണമെന്ന ആഗ്രഹത്തോടുകൂടി അത് ആ നിലയിൽ തന്നെ നിങ്ങളോട് പറയണത്. അല്ല നിങ്ങൾ നന്നാകരുത് പഠിച്ചോണം ഈ വാദമായിട്ട് പോകുന്നു. അല്ലാഹി നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. വൈസല ഇത് കളിക്കേണ്ട വിഷയമല്ല. അതുപോലെ തന്നെ സാലിമേ ഇത് കളിക്കേണ്ട വിഷയമല്ല. നേരെ മറിച്ച് സ്നേഹത്തോടെ നിങ്ങൾ വിഷയം എഴുതിക്കും. നിങ്ങളുടെ ഏത് ഹോജ വേണമെങ്കിലും കൊണ്ട് നിങ്ങളുടെ തെളിവൊക്കെ ഇഷ്ടം പോലെ തെളിവില്ല നിങ്ങൾക്ക്. ഇത്ര തെളിവായി പറയണത് ഒക്കെ ഒന്ന് കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് വാദപ്രവം നടത്തിയാൽ എന്താ? നിങ്ങളൊക്കെ കഴിവുള്ള പ്രാപ്തിയുള്ള ആളുകളെയും കൊണ്ടുവന്നു നിങ്ങൾ. എന്നിട്ട് വാദപ്രവം നടത്തിയിട്ട് വിഷയങ്ങൾ തിരികരിക്കല്ലേ? ഇവര് തന്നെ നിങ്ങൾ തന്നെയല്ലേ, നിങ്ങൾ തന്നെ വലിയ ഹോജാക്കന്മാരാണ്, നിങ്ങൾ തന്നെ മതി, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എത്ര ആൾക്കാർ വാദപ്രവം നടത്തുന്നത്? നമ്മളിപ്പോ റോഡിൽ പോയൊരു ജമാഅത്താരനെ വഴി നടന്നിട്ട് കിട്ടാനില്ലേ വാദപ്രവത്തിന്? റോഡിൽ കൂടെ പോയി ആളെ പിടിച്ച് വാദപ്രവം നടത്തി. അയാൾക്ക് വാദപ്രവം നടത്തുന്നുണ്ട്. അപ്പോ ഇത് നിങ്ങൾ ഒരു തീരുമാനമാക്കും. ഇപ്പൊ നമസ്കാരത്തിന് വേണ്ടി പിരിയാ, ഈ വാദം എഴുതാമെങ്കിൽ നമുക്ക് വാദപ്രവം നടത്താം. രണ്ടും എഴുതിയിട്ട് ഞങ്ങളെ പറയട്ടെ. അപ്പോ ഈ വാദം നമ്മൾ എഴുതാമെങ്കിൽ എഴുതാം. അതാണ് ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. ഞങ്ങളുടെ വാദത്തിൽ യായിബാദുള്ളയുണ്ട്, നിങ്ങളുടെ തീമുണ്ട്, രണ്ടുമുണ്ട്. അല്ല ഞങ്ങൾക്ക് നമസ്കാരത്തിന് ശേഷം ഇരിക്കാനുള്ള സമയമല്ല, അവർക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഈ വാദം എഴുതാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എഴുതാം. ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞ ഈ വാദം അല്ല, ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾ അവിടെ തെളിയിച്ചോളാം. വാദത്തിൽ തീരുമാനമാകാതെ പിരിഞ്ഞു എന്നെഴുതാം. വെറുതെ എഴുതണ്ട, വെറുതെ പോണ്ട. വാദത്തിൽ അനുല്ലേ ഞങ്ങളെ വാദം വാദത്തിൽ തീരുമാനമാകാതെ ഞങ്ങളെ വാദം ഞങ്ങൾ അവതരിപ്പിച്ചു, നിങ്ങളെ വാദം നിങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനല്ല, ഒരാളെ സംബന്ധിച്ചിടത്തോളം വാദത്തിൽ തീരുമാനമാകാതെ സാധാരണ ഒരു വ്യവസ്ഥ എഴുതിയാല് രണ്ടുപേർ അല്ല നമ്മൾ അവിടെ റെക്കോർഡിംഗ് ഉണ്ട്. അല്ല ഇപ്പൊ ഇത് സംവാദം നടത്താൻ തീരുമാനിച്ചോ ഇല്ലാതെ വേണ്ടാൻ തീരുമാനിച്ചോ? ഈ വാദത്തിൽ സംവാദത്തിനാണ്. ഓക്കെ അത്രേ ഉള്ളൂ, അല്ലാത്തനില്ല. ശരി, അപ്പോ ആ വാദത്തിന് വാദപ്രവത്തിനുള്ളൂ, അല്ലാത്തനില്ല എന്നുള്ളതാണ്. അപ്പോ ഈ സംവാദം നടത്താൻ പിന്നെ വാദം സ്ഥിരീകരിക്കാതെ പിരിഞ്ഞു എന്ന് എഴുതി ഒപ്പിട്ട്. അല്ല ഞങ്ങളുടെ വാദവും നിങ്ങളുടെ വാദവും അപ്പൊ ഇനി എഴുതി ഒപ്പിടണ്ടോ? എഴുതി ഒപ്പിടാതെ പിരിയാനാ? ആയിക്കോട്ടെ, എഴുതി ഒപ്പിടാതെ. നിങ്ങളെ വാദം ഞങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റില്ല, ഞങ്ങളെ വാദം നിങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റില്ല. അത് കാരണമാണ്. അതുകൊണ്ടല്ലേ വാദം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പറഞ്ഞ വാദത്തിൽ വാദപ്രതിവാദത്തിൽ നിങ്ങൾ സന്നദ്ധരല്ല. നിങ്ങൾ എഴുതിയ പറഞ്ഞ വാദത്തിൽ വാദപ്രതിവാദം ഞങ്ങൾ അത് വേണമെങ്കിൽ എഴുതാം. ഞങ്ങളുടെ വാദം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വാദത്തിൽ അത് വാദമല്ല. നിങ്ങളുടെ വാദത്തിൽ വാദമില്ല. വാദവും തെളിവും ഒരുപോലെയാണ്. നിങ്ങൾ പറഞ്ഞ വാദത്തിൽ ഞങ്ങൾ സന്നദ്ധരല്ല. ഞങ്ങൾ പറഞ്ഞ വാദത്തിൽ നിങ്ങൾ സന്നദ്ധ. അത് മതി. ശരി, അപ്പൊ അത് അവസാനിപ്പിക്കാൻ പോകണം എന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ഇല്ല, തീർന്നില്ല. ഞാനിവിടെ നിർത്താണ്, കൺക്ലൂഷൻ ചെയ്യാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് എന്റെ സഹോദരങ്ങള്, ഇവിടെ കൂടിയ ആളുകൾ, ഇനി കാണുന്ന ആളുകൾ ആരാണെങ്കിലും അതിന്റെ നസീഹത്തോടു കൂടി മാത്രം, ഗുണകാംക്ഷയോടുകൂടി മാത്രം എടുക്കുക. മറ്റുള്ള വ്യക്തിപരമായ ദേഷ്യമോ ഒന്നുമല്ല. സഹോദരങ്ങൾ അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യരുത്. ഇത് തൗഹീദും ആ ശിർക്കും വേർതിരികൊണ്ട് വിഷയമായതുകൊണ്ട് മാത്രം സംസാരിച്ചിട്ട് ആരെങ്കിലും മനസ്സിൽ വ്യക്തിപരമായ വേദനകളോ പ്രയാസങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പാക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മൾ ഈ കൂടിയതും അതുപോലെ നമ്മളെ നിയ്യത്തും പടച്ച തമ്പുരാൻ ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാവട്ടെ. നമുക്ക് എല്ലാവർക്കും നല്ല ഉദ്ദേശമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം
മധ്യസ്ഥന്മാരെ അവസാനിപ്പിക്കല്ലെന്നാ? അല്ല, നിസ്കാരത്തിന് ശേഷം നമുക്ക് അവിടെ അല്ല, നമ്മൾ ഇവിടുന്ന് തന്നെ എഴുതിക്കോളി. ഈ അവസാനിപ്പിച്ചു. അല്ല അല്ല, നമ്മൾ അതൊന്നല്ല അല്ല മതി മതി മതി, അത് ഒരിടത്തും തീരുമാനാവൂല. അത് നോക്കിയിരിക്കുകയാണെങ്കിൽ രാവിലെ വരെ നോക്കിയിരിക്കേണ്ടി വരും. ഒരിടത്തും തീരുമാനാവാത്ത വിഷയമാണ്. ഇപ്പൊ ഈ ജാതി സാധനം കാണുമ്പോ 54 ക്ലിപ്പെടുക്ക് ഞങ്ങൾ എന്താ ചെയ്യാ? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ വളരെ ദുഃഖിതരാണ്. അതേസമയത്ത് അവർക്ക് ചെയ്യേണ്ട ഒരു പണിയുണ്ട്. അത് നമ്മളെ തൊള്ള അത്ര സംസ്കാരം കുറഞ്ഞ തൊള്ള അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. സക്കരിയ തന്നെ ചെയ്യട്ടെ. ഇതൊക്കെ കാണുമ്പോ എന്താ ചെയ്യേണ്ടത്? സക്കരിയ കാണിക്കട്ടെ. സക്കരിയ ചെയ്യട്ടെ. കണ്ടില്ലേ? മതി, ഈ കൂക്കൽ കേക്കലൊന്നും പ്രത്യേക ഭാഗത്തൊന്നുമല്ല. ഇത് ഒരു തവണ കൂക്കിയത് കൊണ്ട് കൂന്ന് കൂക്കി നമ്മൾ ആവർത്തിച്ചതല്ല. ഇത് അവന്റെ ആക്ഷൻ കാണുമ്പോ, സക്കരിയ സ്വലയുടെ ആക്ഷൻ കാണുമ്പോ തന്നെ തിരിയില്ലേ? ഓരോ സ്പെഷ്യൽ കൂക്കൽ തന്നെയാ സക്കരിയ സ്വലായി. ഇങ്ങനെ ആരെങ്കിലും നമ്മളെ നേതാക്കന്മാർ സ്റ്റേജിൽ കയറി കൂക്കുവോ സഹോദരന്മാര്? ഇത് അഡ്വാൻസ് ആയി കൂക്കിയതാ. കുറെ കഴിഞ്ഞിട്ട് കൂക്കേണ്ട കുറെ സ്ഥലങ്ങൾ വരുന്നു. അത് നേരത്തെ തന്നെ ഞാൻ കൂക്കിത്തരാം, നിങ്ങൾ അപ്പത്തേക്ക് വെച്ചു കൊടുത്താൽ മതി. നല്ല താങ്ക്സ് ആണ് സക്കരിയക്ക്. സഹോദരന്മാരെ നിർത്തുകയാണ്. അതേ സമയത്ത് അവസാനം നിർത്തുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ നിലക്ക് മുജാഹിദ് പ്രസ്ഥാനം അധപ്പതിക്കാനുള്ള കാരണം എന്താണ്? അതിനുള്ള മറുപടി ഒന്നാണ്. മർഹൂം കണ്ണീത്ത് ഉസ്താദ്, അതുപോലെ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, ഇന്ന് ജീവിച്ചിരിപ്പുള്ള താജുൽ ഉലമ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അങ്ങനെയുള്ള നമ്മുടെ പണ്ഡിതന്മാർ അവർ ഒരുപാട് ശിഷ്യന്മാരെ വളർത്തിയെടുത്തു. ആ ശിഷ്യന്മാര് മുജാഹിദിന്റെ നേതാക്കൾ എവിടെയെങ്കിലും വന്ന് പ്രസംഗിച്ചാൽ അവരെ വെറുതെ വിടൂല. അവിടെ വന്ന് ഇവർ മറുപടി പറയുന്നു. എവിടെയെങ്കിലും സംവാദത്തിന് വിളിച്ചാൽ അതിന് 1000 കുതിരശക്തിയോട് ഏറ്റെടുത്തുകൊണ്ട് സംവാദം നടത്താൻ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് ഫൈസികളുണ്ട്, ഒരുപാട് സഖാഫിമാരുണ്ട്, ഒരുപാട് സാജിമാരുണ്ട്, ഒരുപാട് ഔഷധിമാരുണ്ട്. ഓ സഹോദരന്മാരെ, അവർ നടത്തിയ സംവാദമാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ 8 വിഭാഗങ്ങളായി പുലർത്താനുള്ള കാരണമെന്ന് നിങ്ങൾ ഇടയ്ക്ക് വെച്ച് മനസ്സിലാക്കിക്കോ. ഇത് കാലേ കൂട്ടിയത് കൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു. എന്താണ് പറയുന്നതെന്നറിയോ? മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു, മുസ്ലിയാക്കന്മാരെ മുഴുവനും ചങ്ങലയിലിടണം. 55 മുജാഹിദ് ബാലുശ്ശേരി പറയാ, ഈ മുസ്ലിയാക്കന്മാരാണ് മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നത്, അതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ ചങ്ങലയിൽ കെട്ടിയിടണോ? പറയട്ടെ മുജാഹിദ് ബാലുശ്ശേരി. സ്നേഹമുണ്ടോ? ഒരുപാട് കാലത്തേക്ക് കുറെ മുസ്ലിയാക്കന്മാരെ ചങ്ങലിൽ കെട്ടിയിട്ട് തിന്നാനും കുടിക്കാനും കൊടുക്കുക, കുളിപ്പിക്കുകയും ഡ്രസ്സ് മാറ്റി കൊടുക്കുകയും ചെയ്യുക. ഒരു 5 കൊല്ലം കേരളത്തിലെ മുഴുവൻ പുരോഹിതന്മാരെയും കൊല്ലണ്ട, പിടിച്ചു കെട്ടിയാൽ മതി. കണ്ട എന്താ പറഞ്ഞത്? മുസ്ലിയാക്കന്മാരെ പിടിച്ചു കെട്ടണം. ഭക്ഷണം കൊടുത്തോ എല്ലാം കൊടുത്തോ, കൊല്ലണ്ട, പിടിച്ചു കെട്ടിയാ മതി. എന്നാ ഇത് പിടിച്ചു കെട്ടാൻ കഴിയോ? കഴിയില്ല, കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല. അത് പറയുന്നത് ഞാനല്ല, സാക്ഷാൽ അനീഫ കായക്കോടി സാഹിബ് വരട്ടെ, അദ്ദേഹം നല്ല നീട്ടി വേദ പറയാണ്. ഇല്ല, ഈ മുസ്ലിയാക്കന്മാരെ പിടിച്ചു കെട്ടാൻ കഴിയില്ല, അതുകൊണ്ട് ഇവരെ ചങ്ങലയിലിടാൻ കഴിയില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നമ്മുടെ മനസ്സിനെ തന്നെ ചങ്ങലയിലിട്ട് സാഹിബ്, ഇവരെ നമുക്ക് ചങ്ങലക്കിടാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ മനസ്സിനെ ചങ്ങലക്കിട്ടോ. എന്നിട്ട് ഈ പുരോഹിതന്മാരിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തി. ഇസ്ലാമിന് സ്നേഹമുണ്ടോ? ഒരുപാട് കാലത്തേക്ക് കുറെ മുസ്ലിയാക്കന്മാരെ ചങ്ങലിൽ കെട്ടിയിട്ട് തിന്നാനും കുടിക്കാനും. ഇവരെ നമുക്ക് ചങ്ങലക്കിടാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ മനസ്സിനെ ചങ്ങലക്കിട്ടോ. എന്നിട്ട് ഈ പുരോഹിതന്മാരിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തി. അവസാനിപ്പിക്കണം. ഈ കൊല്ലലും കൊടുക്കലും കുത്തലും ചവിട്ടലും അവസാനിപ്പിക്കണം. മനുഷ്യനായിട്ട് ജീവിക്കണം.
മനുഷ്യന്മാരെ. സഹോദരന്മാരെ, ഞാൻ നിർത്തുകയാണ്. ഇനിയിപ്പോ അവസാനം എന്തായി? ഈ മാറ്റമുണ്ടാകാനുള്ള കാരണം എന്താണ്? എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമാട് കാന്തപുരം ഉസ്താദ്, അല്ലാഹുവേ അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണമല്ലോ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് ഉപ്പിലങ്ങാടിയിൽ വന്നു. ഇവിടെ വന്ന് പ്രസംഗിച്ചു. ഇവിടെ ഒരു സംഘടനക്കാരെയും വേദനിപ്പിച്ചില്ല. അതേസമയത്ത് ഉസ്താദ് ഒരു ഗ്രൂപ്പിനെ കുറിച്ച് മോശമാക്കി പറഞ്ഞില്ല. എല്ലാവരും ഉസ്താദിന്റെ പ്രഭാഷണം നെഞ്ചിലേറ്റു. ആ സമയത്ത് ഉസ്താദ് പുത്തൻവാദികൾക്കെതിരെ സംസാരിച്ചു. സഹോദരന്മാരെ, ഈ അടുത്ത് ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയ മുജാഹിദിന്റെ മൗലവി ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിനെ കുറിച്ച് വ്യംഗ്യമായി സൂചിപ്പിച്ചിട്ടെങ്കിലും സംസാരിച്ചത് കേട്ടു. എനിക്കവരോട് പറയാനുള്ളത്, നിങ്ങൾ കാന്തപുരം ഉസ്താദിനെ പഠിക്കാൻ തയ്യാറാകണം. കാന്തപുരം ഉസ്താദിന്റെ മർക്കസിൽ വന്നൊന്ന് നോക്കണം. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വെളിച്ചം കിട്ടും കേട്ടോ. അതേസമയത്ത് ഉസ്താദിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകാതെ നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങൾക്ക് വെളിച്ചം കിട്ടൂല. കാരണം കാന്തപുരം ഉസ്താദിനെ അതാ പെരടിയും തെറ്റിയിട്ട് വളർത്തിയതാരാണ്? അത് മർഹൂം ശംസുൽ ഉലമയെ ഉസ്താദാണ്. ബാഹുവേ, നീ അവിടത്തേക്ക്, നീ അവിടുത്തെ ഖബറിലേക്ക് വെളിച്ചം കൊടുക്കണമല്ല. നമ്മുടെ ഈ പരിപാടിയുടെ ഒരു പ്രതിഫലം ഉസ്താദിന്റെ റൂഹിലേക്ക് നീ എത്തിക്കണം അല്ലാ. ഓ സഹോദരന്മാരെ, ആ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകണമെന്നാണ് മുജാഹിദിന്റെ മൗലവിമാരോട് പറയാനുള്ളത്. നിങ്ങൾക്കറിയുമോ, കാന്തപുരം ഉസ്താദ് കേരളത്തിൽ ഒരു വലിയ യാത്ര നടത്തി. അതിന്റെ പേരാണ് കേരള യാത്ര. ആ കേരള യാത്രയുടെ രസം കർണാടക മണ്ണിൽ ജീവിക്കുന്ന നാം ആസ്വദിച്ചവരല്ലേ. നമ്മുടെ മംഗലാപുരത്തിന്റെ ഹൃദയഭാഗത്ത് പരിപാടി നടന്നില്ലേ? ആ സമയത്ത് പ്രിയപ്പെട്ടവര്, ഇവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരും പോയില്ലേ? ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പോയില്ലേ? സംഘടന വ്യത്യാസമില്ലാതെ പോയില്ലേ? മതം വ്യത്യാസമില്ലാതെ പോയില്ലേ? ദേശം വ്യത്യാസമില്ലാതെ പോയില്ലേ? ഭാഷ വ്യത്യാസമില്ലാതെ പോയില്ലേ? അങ്ങനെ മംഗലാപുരത്ത് നിന്ന് അനൌദ്യോഗികമാണ് തുടക്കം കുറിച്ച യാത്ര. കാസർഗോഡിൽ നിന്ന് ഔദ്യോഗികമാണ് തുടക്കം കുറിച്ച യാത്ര. കേരളത്തിന്റെ അങ്ങേയറ്റമായ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഒരുപാട് ജില്ലകളുണ്ട്. ചോരയെടുക്കുന്ന കണ്ണൂരിന്റെ പടപ്പറമ്പുകളിലൂടെ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അവിടുന്ന് കടന്നു ചെന്നു. വേദിയിൽ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചപ്പോ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവിടെ വന്നു. രാഷ്ട്രീയ കക്ഷികൾ വന്നപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സംഘടനയുടെ നേതാവ് വേറെ ഒരു സംഘടനയുടെ നേതാവിനെ കണ്ടിരുന്നില്ല, പരസ്പരം സംസാരിച്ചിരുന്നില്ല, ഒരേ സ്റ്റേജിൽ പങ്കെടുക്കാത്ത ആളായിരുന്നു. പക്ഷേ കാന്തപുരം ഉസ്താദ് എന്ത് ചെയ്തു? അവർക്കിടയിൽ ഐക്യമുണ്ടാക്കി. കണ്ണുവതേ ഒരു ഭാഗത്ത് ഒരൊറ്റ സ്റ്റേജിലായിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരെയും ഇരുത്തി. ആ സമയത്ത് രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, കേരളത്തിൽ ഞങ്ങൾ ഭിന്നിച്ച് നടന്നിരുന്നു. ഈ ഭിന്നിപ്പിന്റെ ഇടയിൽ ഐക്യത്തിന്റെ വിത്തുവാകിയ നേതാവുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട കാന്തപുരമാണ്. അതുകൊണ്ട് കാന്തപുരമെന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ മാത്രം നേതാവല്ല, മാപ്പിള മക്കളുടെ മാത്രം നേതാവല്ല. കാന്തപുരമെന്ന് പറഞ്ഞാൽ കേരളീയ മനുഷ്യമക്കളുടെ നേതാവാണ്. യാഥാർത്ഥ്യം മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന അവസാനത്തെ ക്ലിപ്പ്. ബാലുശ്ശേരി പറയാണ്, ഞങ്ങൾ എത്ര സംഘടനയുണ്ട്, നമ്മുടെ സംഘടനയെ കുറിച്ച് ആർക്കെങ്കിലും ഒന്ന് അറിയോ? അതേസമയത്ത് പബ്ലിസിറ്റി കൊണ്ടൊരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം. അപ്പ എല്ലാരും അറിയുന്ന ഒരാളാണ് കാന്തപുരം. അത് നൗഫൽ സഖാഫി കളസ പറഞ്ഞാൽ അത് അയാളെ ശിഷ്യനല്ലേ, അങ്ങനെ പറയും. മുജാഹിദ് ബാലുശ്ശേരി തന്നെ പറയട്ടെ, അവസാനത്തെ ക്ലിപ്പ് 50 പറയാം. പ്രവാചകന്മാരുടെ പ്രബോധനം ഖുർആനിലൂടെ വരച്ചു കാണിച്ച KC-യുടെ പുസ്തകത്തിൽ ആ വിലാപം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വിലാപം നമ്മുടെ പ്രബോധനത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളിൽ ആ വിലാപം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വിലാപം എന്ന് പറയുന്നത് ലോകത്തെവിടെയെങ്കിലും ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ പ്രവാചകനെ അറിയാത്ത ഒരു മനുഷ്യരും ആ നാട്ടിൽ, അതായത് ആ പ്രവാചകൻ അറിയാത്ത ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല ആ നാട്ടിൽ. ഒരു പ്രവാചകൻ വന്നാൽ ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും മുഴുവൻ മേലാളന്മാരുടെയും മുഴുവൻ പ്രമാണിമാരുടെയും മുഴുവൻ ചെറ്റക്കുടിലുള്ളവരുടെയും മുഴുവൻ രാജകൊട്ടാരത്തിലുള്ളവരുടെയും ചർച്ച ആ പ്രവാചകന്മാരെ കുറിച്ചായിരുന്നു. നമ്മളെ കുറിച്ച് ആർക്കറിയാം? ഇസ്ലാമിക സംഘടനകളെ കുറിച്ച് ആർക്കറിയാം?
കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചെന്നാൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം, ഒരു കാന്തപുരത്തെ. അല്ലാഹു അക്ബർ. അത് മതി. പബ്ലിസിറ്റി കൊണ്ടുണ്ടായാലും മതി. നിങ്ങൾക്ക് അതിനും കഴിഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഇവർക്ക് പബ്ലിസിറ്റി ഉണ്ട്. പക്ഷെ അത് കാന്തപുരസ്ഥാന്റെ പബ്ലിസിറ്റി അല്ല, അത് മോശമായ പബ്ലിസിറ്റിയാ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ നിർത്തുന്നു. ചെറുപ്പക്കാരെ ഒന്ന് എഴുന്നേറ്റ് നിന്നോ. ദൂരെയുള്ളവർ അടുത്തേക്ക് വരൂ. സഹോദരന്മാരെ, ഞാൻ എന്താണ് പറഞ്ഞു വന്നത്? ഞാനിവിടെ ഒരുപാട് ക്ലിപ്പുകൾ കാണിച്ചു. ആ കാണിച്ചത് മുഴുവനും വിളിച്ചോതിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണെന്നറിയുമോ? ഒരു കാലത്ത് കേരളക്കാരിലെ ഈ മുജാഹിദിന്റെ നേതാക്കൾ നമ്മുടെ മണ്ണിൽ വന്ന് സുന്നികളായ നമ്മെ മുശ്രിക്കും കാഫിറുമാക്കിയിരുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞിരുന്നു. അതേ സമയത്ത് ഈ പുത്തൻവാദികൾ തന്നെ അതിന്റെ അനന്തര ഫലമെന്നോണം അവർ ഒരുപാട് സംഘടനകളായി, ഒരുപാട് ഗ്രൂപ്പുകളായി മാറി, ഒരുപാട് പാർട്ടികളായി മാറി. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇത് അനുഭവിക്കാനുള്ള കാരണം എന്താണ്? അവർ മുൻഗാമികളെ തള്ളിപ്പറഞ്ഞു. ശംസുലുലമയെ മാത്രം തള്ളിയതല്ല, താജുലുലമയെ മാത്രം തള്ളിയതല്ല, ഖമറുലുലമയെ മാത്രം തള്ളിയതല്ല, മദ്ഹബിന്റെ ഇമാമികളെ മാത്രം തള്ളിയതല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തള്ളിയ രൂപം ഞാൻ പറഞ്ഞു, ഇമാം ഗസാലിയെ തള്ളിയ രൂപം ഞാൻ പറഞ്ഞു. അങ്ങനെ മുൻഗാമികളെ മുഴുവനും തള്ളിപ്പറഞ്ഞപ്പോൾ, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞപ്പോ, അവർ മുശ്രിക്കുകളാണെന്ന് പറഞ്ഞപ്പോ, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ബഹുദൈവ ആരാധകരാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹ് പാഠം പഠിപ്പിച്ചു. അതിന്റെ അനന്തര ഫലമാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലായാലും നമ്മുടെ കർണാടകയിലായാലും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണോ? പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, അവർ 8 വിഭാഗമായത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യമൊന്ന് ചുരുക്കി പറഞ്ഞു നിർത്തട്ടെ. ആദ്യമാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം ഒറ്റക്കെട്ടായിരുന്നു. അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാണ് ചേകന്നൂർ മൗലവി. ജേസീബ് മൗലവി എന്ന് പരിചയപ്പെടാൻ വേണ്ടി ആളുകൾ പറയൂ. ആ ചേകന്നൂർ മൗലവി, അതിന്റെ ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല, സമയവും വളരെ പരിമിതമാണ്. ആ ചേകന്നൂർ മൗലവി ആദ്യമായി മുജാഹിദ് പ്രവർത്തകനായിരുന്നു. പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയി. എങ്ങനെയാണ് പുറത്തുപോയത്? ചേകന്നൂർ മൗലവി മുജാഹിദിന്റെ നേതാക്കളോട് ചോദിച്ചു, അല്ല മുജാഹിദിന്റെ നേതാക്കളെ, നിങ്ങളല്ലേ പറയുന്നത് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്? മുജാഹിദിന്റെ നേതാക്കൾ പറഞ്ഞു, അതേ ശരിയാണ്. അപ്പൊ ചേകന്നൂർ മൗലവി പറഞ്ഞു, എന്നാൽ അത്തഹിയാത്ത് ചൊല്ലാൻ പാടില്ല. മുജാഹിദിന്റെ നേതാക്കൾ ചോദിച്ചു, അതെന്തേ ചേകന്നൂർ മൗലവി? അതിന് മറുപടി പറഞ്ഞു, അത്തഹിയാത്തിൽ നബിതങ്ങളെ വിളിക്കലുണ്ടല്ലോ. എവിടെയാണ്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യൂ. ആ നബി തങ്ങളെ വിളിക്കലുണ്ടല്ലോ തഹിയാത്തിൽ, അതുകൊണ്ട് അത്തഹിയാത്ത് ചെല്ലാൻ പാടില്ല. മുജാഹിദിന്റെ നേതാക്കൾ പറഞ്ഞു, അല്ല മൗലവി സാഹിബ്, അത് പറയാൻ പറ്റൂല, അത്തഹിയാത്ത് എല്ലാ സംഘടനക്കാരും പറയുന്നതല്ലേ. അപ്പൊ മുജാഹിദ് ചേകന്നൂർ മൗലവി പറഞ്ഞു, എന്നാൽ നിങ്ങൾ മുജാഹിദാണെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാണ്? ഹക്ക് പറയാൻ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഞാൻ ഇത് വിളിക്കൂല, ഞാൻ പുറത്തു പോകുന്നു. മുജാഹിദ് ചേകന്നൂർ മൗലവി പുറത്തുപോയി. അവിടുന്ന് തുടങ്ങി ഗ്രൂപ്പ് 1. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ആരാണ്? മങ്കട മൗലവി. അദ്ദേഹം പറഞ്ഞു, സംഘടന പാടില്ല, അത് ബിദഅത്താണ്, അനാചാരമാണ്. KNM എന്ന സംഘടനയുണ്ട്, അതുപോലെ ഒരുപാട് സംഘടന മുജാഹിദുകൾക്കുണ്ട്. സംഘടന ഉണ്ടാക്കൽ അനാചാരമാണ്, അതുകൊണ്ട് ഞാനും ഇതിനില്ല. ആ മങ്കട മൗലവി പുറത്തുപോയി. അങ്ങനെ 2 ഗ്രൂപ്പായി. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ 2 ഗ്രൂപ്പുകളെ മാറ്റി നിർത്തിയാൽ കേരളത്തിൽ ഒരു കാലത്ത് ഒന്നിച്ചിരുന്ന മുജാഹിദ് പ്രസ്ഥാനം അവർ വേറെ ഭാഗത്തു കൂടി അതാ 2 വിഭാഗങ്ങളായി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒന്ന് അതേ മൗലവി ഗ്രൂപ്പാണ്, മറ്റൊന്ന് മടവൂർ ഗ്രൂപ്പാണ്. മൗലവി ഗ്രൂപ്പ് ആരാണ്? AP അബ്ദുൽ ഖാദർ മൗലവിയാണ് നേതാവ്. മടവൂർ ഗ്രൂപ്പിന്റെ നേതാവ് ആരാണ്? അതേ ഉമർ സുല്ലമിയും അബ്ദുസലാം സുല്ലമിയും. അവരുടെ നേതാവ് ഹുസൈൻ മടവൂർ എന്ന ആളുണ്ട്, അയാളെ പേരിലാണ് മടവൂർ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത്. എന്താണ് AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ആളുകളും അന്ന് 2 ആളും പറഞ്ഞിരുന്നു,
പറയുന്നു, മനുഷ്യ കഴിവിനപ്പുറത്തുള്ളത് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അപ്പൊ ഔലിയാക്കളോട് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, മലക്കുകളോട് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, ജിന്നുകളോട് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, ഔലിയാക്കളോട് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. എന്തേ കാരണം? മനുഷ്യ കഴിവിനപ്പുറത്തുള്ളതാണ്. അതേ സമയത്ത് അന്ന് അവർ പറഞ്ഞു ഒറ്റക്കെട്ടായിരുന്നു. പിന്നീട് രണ്ട് ഗ്രൂപ്പായി. എന്താണ് രണ്ട് ഗ്രൂപ്പ്? ഒന്ന് എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ ഗ്രൂപ്പാണ്. എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ ഗ്രൂപ്പ് പറഞ്ഞു ജിന്നുകളോട് സഹായം ചോദിക്കാം. അപ്പൊ സലാം സുല്ലമിയുടെ ഗ്രൂപ്പ് ഉറച്ചു നിന്നു, പിന്നെ അല്ലാഹുവല്ലാത്ത ആരോടും ചോദിക്കാൻ പാടില്ല. കാരണം മനുഷ്യ കഴിവിനപ്പുറത്തുള്ളത് ചോദിച്ചാൽ ശരിക്കാണ്. അത് ജിന്നിനോടായാലും ശരി, മലക്കിനോടായാലും ശരി. എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ ഗ്രൂപ്പുകാർ